Hello guys and welcome back to Best Car Picks. നമുക്കറിയാം ഗ്ലോബൽ എൻക്യാപ്പ് ആണ് നമുക്ക് ഇന്ത്യയിൽ പൊതുവെ വണ്ടികളൊക്കെ ക്രാഷ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് ഇഷ്ടം പോലെ ടെസ്റ്റ് റിസൾട്ട്സ് അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ഇന്ത്യയിൽ തന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഭാരത് എൻക്യാപ്പ് വന്നു. കഴിഞ്ഞ വർഷം 2023 ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് അവർ ആദ്യമായിട്ട് വണ്ടികൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ടാറ്റയുടെ തന്നെ ഹാരിയറും സഫാരിയൊക്കെ ആയിരുന്നു അവരാദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് ആൻഡ് ആ വാഹനങ്ങൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവരൊരു വാഹനങ്ങളും ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. കുറേ വണ്ടികളൊക്കെ ഇവർക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ നമ്മുടെ മാരുതിയുടെ കുറച്ച് വണ്ടികൾ, ഹ്യുണ്ടായുടെ വണ്ടികൾ അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ എന്നാൽ അതിൻ്റെ ഒന്നും തന്നെ ടെസ്റ്റ് റിസൾട്ട്സ് നമ്മൾ ഇതുവരെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇവന്മാർ ഇനി ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ ടെസ്റ്റ് റിസൾട്ട്സ് ഒക്കെ പുറത്തു വിടുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യാത്ത വണ്ടികൾ, ഇപ്പോൾ ബലേനോ ആയിക്കോട്ടെ, ഫ്രോങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ സ്വിഫ്റ്റ്, അങ്ങനത്തെ വണ്ടികളിലൊക്കെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് കാണാമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇവന്മാർ നമ്മുടെ പഞ്ച് ഇവിയുടെയും അതുപോലെ നെക്സോൺ ഇവിയുടെയും ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് പുറത്തു വിട്ടിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് പഞ്ച് ഇവിയുടെ റിസൾട്ട് ആദ്യം അനലൈസ് ചെയ്ത് നോക്കാം. കാരണം പഞ്ചിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പഞ്ച് ഇവിയുടെ റിസൾട്ട് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വാഹനത്തിന് ഒബ്വിയസ്ലി റേറ്റിംഗ് കിട്ടിയിരിക്കുന്ന 5 സ്റ്റാർ തന്നെയാണ്. അത് പാഡൽ സേഫ്റ്റിക്ക് ആണെങ്കിലും ചൈൽഡ് സേഫ്റ്റിക്ക് ആണെങ്കിലും 31.46 പോയിന്റ്സ് ആണ് ഈ ഒരു വാഹനത്തിന് ഔട്ട് ഓഫ് 32 അഡൽ സേഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി 5 സ്റ്റാർ റേറ്റഡ് ആണ്. ആൻഡ് ഈവൻ നമ്മളിതിൻ്റെ ആൾക്കാർക്ക് വന്നിരിക്കുന്ന ഡാമേജ് നോക്കുകയാണെങ്കിലും ആ ഡമീസിൽ കാണാം കൂടുതൽ ഭാഗവും ഗ്രീൻ തന്നെയാണ്. ആകപ്പാടെ കുറച്ച് സാധനങ്ങൾ മാത്രമേ മഞ്ഞ കൊടുത്തിട്ടുള്ളൂ. അതായത് അഡ്യൂക്കേറ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് മിനിമം ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പൂറിലേക്കോ വീക്കിലേക്കോ ഒന്നും എവിടെയും പോയിട്ടില്ല. പിന്നെ ഇ വിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനല്ലാണ്ട് വേറെ കുറേ കോംപ്ലിക്കേഷൻസ് വരാം. നമ്മുടെ സാധാരണ പെട്രോൾ ഡീസൽ വണ്ടികൾ പോലെ ആവണമെന്നില്ല. ബാറ്ററി പാക്കിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എക്സ്പ്ലോഡ് ആവാനോ അല്ലെങ്കിൽ അതിന് തീ പിടിക്കാനോ അങ്ങനെ എന്തും സംഭവിക്കാം. നമുക്ക് പെട്ടെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇ വിസ് ക്രാഷ് ആവുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പല സമയങ്ങളിലും ചൂട് കൂടുന്ന സമയത്ത് നമ്മുടെ ചെറിയ ബാറ്ററി പാക്ക് വെച്ച് വരുന്ന ഈ ലോ വോൾട്ടേജ് ഇ വിസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ചെറിയ സ്കൂട്ടറുകൾ അതൊക്കെ കത്തിപ്പിടിക്കാറുണ്ട്. അതുപോലെ ഈവൻ നമ്മുടെ ഓലയൊക്കെ കുറേ പ്രാവശ്യമായിട്ട് കത്തിപ്പിടിച്ചതാണ് ഭയങ്കരമായിട്ട് ചൂട് കൂടിയ സമയത്ത്. ചില സമയത്തൊക്കെ നെക്സോൺ ഇ വി കത്തിപ്പിടിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ക്രാഷ് ടെസ്റ്റിനകത്ത് ഇപ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്ത സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഈ വാഹനത്തിനും വേറെ അങ്ങനത്തെ കത്തലും സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ടാറ്റ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗ്ലോബൽ എൻക്യാപ്പ് ചെയ്യുന്ന പോലെ ഈ ഭാരത് എൻക്യാപ്പ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റിംഗ് ചെയ്യാറില്ല. ഇപ്പോൾ നമുക്ക് ഗ്ലോബൽ എൻക്യാപ്പിൽ അവർ ESC ടെസ്റ്റൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വണ്ടി നേരെ പോകുന്ന സമയത്ത് ESC വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അവർ പ്രോഗ്രാം ചെയ്തിട്ട് സ്റ്റിയറിംഗ് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ടിൽറ്റ് ചെയ്ത് നോക്കും. നിങ്ങൾ XUV700 അങ്ങനത്തെ കുറച്ച് വണ്ടികൾ, കുഷാക്ക്, വെർട്ടസ്, അതിൻ്റെയൊക്കെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ അകത്തൊക്കെ ഒരു ESC ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭാരത് എൻക്യാപ്പ് പക്ഷേ അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അതിന് പകരം ജസ്റ്റ് നമ്മുടെ നോർമൽ ഫ്രണ്ട് ഓഫ് സെറ്റും സൈഡ് ബാരിയറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത് പൊതുവേ. ഈവൻ പെഡസ്ട്രിയൻ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ പോലും ഇവർ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്ലോബൽ എൻക്യാപ്പ് ഒരു ഇത്തിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. ഭാരത് എൻക്യാപ്പ് അതിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, കാരണം ഭാരത് എൻക്യാപ്പിനേക്കാൾ കൂടുതൽ ടെസ്റ്റ് റിസൾട്ട്സ് ഇപ്പോഴും പബ്ലിഷ് ചെയ്യുന്ന ഗ്ലോബൽ എൻക്യാപ്പാണ്. അതെങ്ങനെയാണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം ഭാരത് എൻക്യാപ്പ് വന്ന സമയത്ത് ഗ്ലോബൽ എൻക്യാപ്പ് പറഞ്ഞു ഇനി ഞങ്ങൾ ഇന്ത്യയിലെ വണ്ടികളൊന്നും തൊടില്ല, എല്ലാം ഗ്ലോബൽ എൻക്യാപ്പ് തന്നെയായിരിക്കും ചെയ്യുന്നത്, നമ്മളൊക്കെ തമ്മിൽ നല്ല കണക്ഷനാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അവസാനം എന്തായി, ഗ്ലോബൽ എൻക്യാപ്പ് മാത്രം റിസൾട്ട് ഇറക്കും, ഭാരത് എൻക്യാപ്പ് ഒന്നും ഇറക്കില്ല. ഇതുവരെ അവർ ഇറക്കിയിട്ടുള്ളത് 3 വണ്ടികളുടെ റിസൾട്ടാണ്. അതും 2 EVസും മറ്റു നമ്മുടെ ഹാരിയറും. ഇതുവരെ ടാറ്റയുടെ വണ്ടികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് എനിക്ക് ഒട്ടും അത്രയ്ക്കും അങ്ങോട്ട് പിടിക്കാണ്ടിരുന്നത്. കുറച്ചുകൂടെ വണ്ടികൾ അവർക്ക് ടെസ്റ്റ് റിസൾട്ട്സ് പുറത്ത് വിടായിരുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ വണ്ടികളുടെ ഒരു ഇത്തിരി ഡിലേ ആക്കിയിട്ട് മറ്റൊന്നിൻ്റെയും കൂടെ വിടാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇതിപ്പം നമുക്കങ്ങനെ പ്രത്യേകിച്ച് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവരും ഒരു ടെസ്റ്റിംഗ് ഏജൻസിയാണ്, ഗവൺമെൻറ് ഫണ്ടഡാണെന്ന് മാത്രം. ഗ്ലോബൽ എൻക്യാപ്പ് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനാണ്. അതുകൊണ്ടാണ് എല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്തത്. പിന്നെ ഈ വണ്ടിക്ക് അഡൽ പ്രൊട്ടക്ഷനിൽ മാത്രമല്ല ചൈൽഡ് സേഫ്റ്റിയിലും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കിട്ടിയിരിക്കുന്നത്. ഔട്ട് ഓഫ് 45 പോയിന്റ്സ് ആണ് ഈ ഒരു വാഹനത്തിന് ലഭിച്ചത്. അതുകൊണ്ട് അക്കാര്യത്തിലും വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് ഇവർ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന പഞ്ചീവിയുടെ എംപവേർഡ് പ്ലസ് എസ് ലോങ് റേഞ്ച് മോഡലാണ്. പക്ഷേ ലോങ് റേഞ്ചും മീഡിയം റേഞ്ചും വ്യത്യാസമൊന്നുമില്ല, സെയിം റിസൾട്ട് ആണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇവർ ടെസ്റ്റ് ചെയ്ത വണ്ടിക്ക് 1626 കിലോ വെയിറ്റ് വരുന്നുണ്ട്. ഒബ്വിയസ്ലി EVs ആയതുകൊണ്ട് അതിന് വെയിറ്റ് കൂടുതലായിരിക്കും. അതിപ്പോൾ പഞ്ചീവി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വണ്ടിയാണല്ലോ, അതിനെങ്ങനെ ഇത്രയും വെയിറ്റ് വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ EVസിൻ്റെ ബാറ്ററി പാക്ക് അത്യാവശ്യം ഹെവിയാണ്. അതുകൊണ്ടാണ്. ഇനി അടുത്തതായി നെക്സോണിൻ്റെ റിസൾട്ട്സിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഒട്ടും ഷോക്കിംഗ് അല്ലാത്ത റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ടാറ്റയുടെ വണ്ടികൾക്ക് 5 സ്റ്റാർ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഏത് വണ്ടി ഇപ്പോൾ ടെസ്റ്റ് ചെയ്താലും 5 സ്റ്റാർ തന്നെയാണ് കിട്ടാറുള്ളത്. ആകപ്പാട് ടിയാഗോയ്ക്കും ടിഗോറിനും മാത്രമാണ് 4 സ്റ്റാർ റേറ്റിംഗ് വന്നത് അവരുടെ പോർട്ട്ഫോളിയോയിൽ. അതും മിക്കവാറും ഇനിയിപ്പോൾ അതിൻ്റെ ജനറേഷൻ മാറുമ്പോൾ 5 സ്റ്റാർ ആവും. പിന്നെ EVസിലും അവർ പണ്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടിഗോർ EV ഒക്കെ നമ്മുടെ ഗ്ലോബൽ എൻക്യാപ്പ് പണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിന് 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. എനിവേ നെക്സോണിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവർ നെക്സോണിൻ്റെയും ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റാണ് ടെസ്റ്റിങ്ങിന് എടുത്തിരിക്കുന്നത്. ആൻഡ് ഔട്ട് ഓഫ് 32 29.86 പോയിന്റ്സ് ആണ് ഈ ഒരു വാഹനത്തിന് ലഭിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, പക്ഷേ പഞ്ചിനേക്കാൾ ഒരു ഇത്തിരി കൂടെ പോയിന്റ്സ് കുറവാണ് നെക്സോണിന് ഔട്ട് ഓഫ് 32 കിട്ടിയിരിക്കുന്നത്. പക്ഷേ ബാക്കി ഇപ്പം നമ്മൾ പ്രൊട്ടക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഗുഡ് പ്രൊട്ടക്ഷൻ ആണ് എല്ലായിടത്തും വരുന്നത്. ചില സ്ഥലത്ത് മാത്രം അഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ വരുന്നു. അതുപോലെ തന്നെ ചൈൽഡ് സേഫ്റ്റി റേറ്റിംഗ് എടുക്കുകയാണെങ്കിലും
പോലും നെക്സോൺ ഇവിയുടെ മറ്റേ സ്കോർ വരുന്ന പഞ്ചീവിയേക്കാൾ ഒരു ഇത്തിരി കുറവാണ്. അഡൽ സേഫ്റ്റിയുടെ അത്രയും വ്യത്യാസമില്ല. അഡൽ സേഫ്റ്റിയിൽ പഞ്ചീവിക്ക് 31s റേഞ്ചിലും നെക്സോൺ ഇവിക്ക് 29s കിടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് 45 ആയിരുന്നു നമുക്ക് പഞ്ചീവിക്ക് കിട്ടിയത് ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ. നെക്സോൺ ഇവിയിലേക്ക് വരുമ്പോഴേക്കും 44.95 ആണ് കിട്ടുന്നത്. വലിയ ഡിഫറൻസ് ഇല്ല, എന്നാൽ പോലും ചെറിയൊരു ഡിഫറൻസ് ആണല്ലോ. ഇവർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡിഫറൻസ് പറയണമല്ലോ. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, നമുക്കിപ്പോൾ പഞ്ചീവി വരുന്നൊരു ഡെഡിക്കേറ്റഡ് സ്കേറ്റ് ബോർഡ് ഇവി ആർക്കിടെക്ചറിലാണ്, 400 ബോൾസിൻ്റെ സ്ട്രക്ചറിലാണ് അത് വരുന്നത്. അതിൻ്റെ അകത്ത് ആ ഒരു ബോഡി മാത്രമേ സെയിം ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളൂ ശരിക്കും. ബാക്കി സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് പുതിയതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അവർ നിർമ്മിച്ചിരിക്കുന്ന വാഹനമാണ്. Gen 2 EV പ്ലാറ്റ്ഫോം ടാറ്റയുടെ, അതാണല്ലോ ഇനിയിപ്പോൾ ടാറ്റ ഉപയോഗിക്കാൻ പോകുന്നത്. ആ ഒരു സെയിം ആർക്കിടെക്ചറിലാണ് ഒരു പഞ്ചീവി നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ നെക്സോൺ EV നമുക്കിപ്പോഴും Gen 1 ആർക്കിടെക്ചറിൽ തന്നെയാണ് വരുന്നത്. അതായത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ വരുന്ന ഒരു പ്ലാറ്റ്ഫോം എടുത്ത് മോഡിഫൈ, അതായത് നമ്മുടെ X1 പ്ലാറ്റ്ഫോം എടുക്കുക, അത് മോഡിഫൈ ചെയ്യുക, അതിൻ്റെ അകത്ത് ഇലക്ട്രിക് കേപ്പബിലിറ്റി ഒക്കെ പോസിബിൾ ആക്കുക, അങ്ങനത്തെ ഒരു പരിപാടി. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. കാരണം ടാറ്റ നെക്സോൺ EV പണ്ട് 2020 ഇറക്കിയപ്പോൾ മുതൽ ഈ ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് കുറേ ഫേസ് ലിഫ്റ്റ് ഒക്കെ കിട്ടിയ ഒരു ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തു എന്നുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ. ഇതിൻ്റെയും അവർ ടെസ്റ്റിങ്ങിന് എടുത്തിരിക്കുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ആയ എംപവേർഡ് ലോങ് റേഞ്ച് മോഡൽ തന്നെയാണ്. പക്ഷേ ഇവിടെ അവർ പറയുന്നുണ്ട്, പഞ്ചീവിയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഏത് വേരിയൻ്റ് എടുക്കുകയാണെങ്കിലും, ഈവൻ മീഡിയം റേഞ്ച് ആണെങ്കിലും ലോങ് റേഞ്ച് ആണെങ്കിലും അതുപോലെ ബേസിക് വേരിയൻ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഈ ഒരു സേഫ്റ്റി റേറ്റിംഗ്സ് എല്ലാം തന്നെ ആപ്ലിക്കബിൾ ആണ് എന്ന്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ പഞ്ചീവി എടുത്താലും നെക്സോൺ EV എടുത്താലും രണ്ടിലും സേഫ്റ്റി ഫീച്ചേഴ്സ് കോമൺ ആണ്. 6 എയർ ബാഗ്സ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ESP, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, പിന്നെ നമുക്ക് ബാക്കി എല്ലാ സേഫ്റ്റി സ്യൂട്ടും എല്ലാ വേരിയൻസിലും ടാറ്റ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ബേസ് മോഡൽസിൽ മാത്രമായിട്ട് സേഫ്റ്റി കോംപ്രമൈസ് ആവുക, അല്ലെങ്കിൽ മീഡിയം റേഞ്ച് മോഡൽസിൽ മാത്രം സേഫ്റ്റി കോംപ്രമൈസ് ആവുക എന്ന് പറയുന്ന ഒരു റീസൺ അവിടെ വരുന്നില്ല. കാരണം ഈ രണ്ട് വണ്ടികളിലും ബാറ്ററി പാക്കിൻ്റെ സൈസിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അതും ബാറ്ററി അവർ നന്നായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ടും അതിന് വേറെ ഹസാർഡ്സിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവരതിന് ഒരു നമുക്ക് റേറ്റിംഗിൽ ഏത് മോഡൽ എടുത്താലും വ്യത്യാസമില്ല എന്ന് പറയുന്നത്. ഏതായാലും ഗൈസ്, ഇതാണ് നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഭാരത് എൻക്യാപ്പിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ടെസ്റ്റ് റിസൾട്ട്. കുറേ കാലത്തിന് ശേഷമാണ് അവരിപ്പോൾ പുതിയൊരു ടെസ്റ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 5 മാസം മുന്നേ ആണ് ലാസ്റ്റ് വണ്ടിയുടെ ടെസ്റ്റ് റിസൾട്ട് പുറത്തു വിട്ടത്. ഇനിയും ഇത്രയും ഡിലേ ആക്കാണ്ട് ഒരു 2-3 മാസത്തിനുള്ളിലൊക്കെ തന്നെ ഇവർക്ക് ഒരു വണ്ടിയുടെയെങ്കിലും റിസൾട്ട് പുറത്തു വിടാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒബ്വിയസ്ലി ഒരു വണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറേ കാലം എടുക്കും. നമ്മൾ കാണുമ്പം ജസ്റ്റ് 2-3 മിനിറ്റ് വീഡിയോ ഉണ്ടാവുള്ളൂ. പക്ഷേ അവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കും. പിന്നെ ഒരു വണ്ടി അല്ലല്ലോ ടെസ്റ്റ് ചെയ്യുന്നത്, പല വണ്ടികൾ വെച്ചാണ് ഫ്രണ്ടും സൈഡും ബാക്കില്ല സൈഡ് പോൾ ടെസ്റ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. ബട്ട് ഇവർ ഇതിനു മുമ്പ് ടെസ്റ്റിങ്ങിന് അയച്ചിരിക്കുന്ന കുറേ വണ്ടികളുടെ റിസൾട്ട് ഇനിയും വരാനുണ്ട്. അത് നേരത്തെ വിട്ടാൽ നല്ലതായിരുന്നു എന്നാണ് എനിക്ക് ആപ്പാടെ തോന്നിയൊരു കാര്യം. നമുക്ക് നോക്കാം. ഇനിയിപ്പം അടുത്തൊരു 2-3 മാസത്തിനുള്ളിൽ അവർക്ക് ആ പറയുന്ന വണ്ടികളും വിടാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് നമ്മുടെ മറ്റേ ഗ്രാൻഡ് വിറ്റാര, ഫ്രോങ്സ്, ബലേനോ, പിന്നെ നമ്മുടെ കുറച്ച് വണ്ടികൾ അല്ലാണ്ട് ഉണ്ടായിരുന്നു. ഈവൻ ഹ്യുണ്ടായുടെ പുതിയ എക്സ്ട്രാ ഒക്കെ ഒരു ടെസ്റ്റിങ്ങിന് വിടുന്നതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാഹനങ്ങളുടെ സേഫ്റ്റി റേറ്റിംഗ്സ് ആണ്. ഇതൊക്കെയായിരുന്നു നമുക്ക് അറിയേണ്ടത്. ഈ ടാറ്റയുടെ സേഫ്റ്റി റേറ്റിംഗ്സ് ഇപ്പോൾ പുറത്തുവിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും 5 സ്റ്റാർ ആയിരിക്കും എന്ന് നമുക്കറിയാം. കാരണം ടാറ്റ വണ്ടി ഉണ്ടാക്കുന്നതന്നെ ഇപ്പം സേഫ്റ്റിക്ക് വേണ്ടിയാണ്. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.